അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ കൂടെ പഠിച്ച കുറേ സുഹൃത്തുക്കൾ സമ്പന്നരായി. കൂടെ പഠിച്ച കുറച്ച് ആൾക്കാർ ഡോക്ടർമാരായി. കൂടെ പഠിച്ച കുറേ ആൾക്കാർ ഉദ്യോഗസ്ഥന്മാരായി. കുറേ ആൾക്കാർ ഗൾഫിൽ പോയി സമ്പന്നന്മാരായി. വേറെ കുറേ ആൾക്കാർ നല്ല വീടും സൗകര്യമായി ജീവിക്കാൻ തുടങ്ങി. വേറെ കുറേ ആളുകൾക്ക് ഒന്നും രണ്ടും കാറുകൾ വീട്ടിലായി. ചിലരൊക്കെ നല്ല കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. എൻ്റെ അത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളൊക്കെ സമ്പന്നന്മാരായി. ചിലർക്ക് നല്ല അധികാരമുണ്ട്, ചിലർക്ക് നല്ല സ്വാധീനമുണ്ട്, ചിലർക്ക് എല്ലാ ആൺകുട്ടികളായി. എനിക്കാണെങ്കിൽ ഒക്കെ പെൺകുട്ടികളായി. ചിലർക്ക് കുട്ടികൾ ഉണ്ടായിട്ടുമില്ല. ഈ ആൺകുട്ടികളുള്ളവർക്കൊക്കെ തന്നെ വലിയ വരുമാനമായി. ഞാൻ ഒരു നല്ല മനുഷ്യനായി ജീവിച്ചിട്ട് ഇന്നെങ്ങനെ പഠിച്ചവനാക്കി. ഞാനിപ്പോൾ അങ്ങനെ തന്നെ. ഇത് സാധാരണ ഇങ്ങനെ പലരും കേൾക്കും. ചിലർക്ക് നല്ല കുടുംബജീവിതം ഉണ്ടായി. എൻ്റെ കുടുംബജീവിതവും അത്ര ഉഷാറല്ല. പലരും മോശമായിട്ടാണ് ജീവിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞ മാറ്റുന്നില്ല. ഷൂൽക്കൊക്കെ നല്ല സുഖമാണ്. ഞാൻ ഇങ്ങനെ ഇപ്പോയല്ലോ, എന്താ ഇപ്പം എൻ്റെ സ്ഥിതി എന്നിങ്ങനെ വിചാരിക്കണ ഒരുപാട് ആളുകൾ നമുക്കടി കാണാം. ഇതിനെക്കാട്ടും കൂടുതൽ കേൾക്കും. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാനിങ്ങനെ നിലയിലിങ്ങനെ ആലോചിച്ചപ്പോൾ ഈ സമൂഹത്തിൽ ഈ മനസ്സമാധാനം നഷ്ടപ്പെടേണ്ട കാരണത്തെപ്പറ്റി ചിന്തിച്ച് നോക്കിയപ്പോൾ ഈ നമുക്കാളൊക്കെ മുകളിലുള്ള ആളുകൾ ജീവിക്കണ ജീവിത രീതിയും അവരുടെ സുഖസൗകര്യങ്ങളൊക്കെ നോക്കി നമ്മളെ മനസ്സമാധാനം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ അറിഞ്ഞാൽ എൻ്റെതല്ല, കുറേ ആളുകൾ ഇങ്ങനെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു കൊടുക്കുകയാണ്. ഈ പറഞ്ഞതൊക്കെ നോക്കുമ്പോൾ ശരിയാണ്. ഞാനിങ്ങനെ ആയിപ്പോയല്ലോ, ഞാനാണെങ്കിൽ പറഞ്ഞ മാതിരിയൊക്കെ ജീവിക്കേണ്ട ഇങ്ങനെ ആയല്ലോ എന്നുള്ള എപ്പോഴും മനസ്സമാധാനം ഇല്ലാതെ ജീവിക്കും. ഈ മനസ്സമാധാനം നഷ്ടപ്പെടാണ്ടാണ് ഒരു കാരണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കണ്ടിടത്തോളം നമ്മളെക്കാട്ടിലൊക്കെ മുകളിലുള്ള അല്ലെങ്കിൽ ജീവിത നിലവാരം, ശാരീരിക സുഖം, ഞാൻ ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ നമ്മളെക്കാളും കൂടുതലുള്ള ആളുകൾ ഇങ്ങനെ നമ്മളെ മുന്നിൽ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ. സത്യത്തിൽ നമുക്ക് കിട്ടിയ പല അനുഗ്രഹവും കിട്ടാതെ പോയ ഒരുപാട് ആളുകൾ നമ്മളെ മുന്നിലുണ്ട്. അതായിരിക്കും പഠിച്ചോ എനിക്ക് എത്ര അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സമാധാനം കിട്ടും. ഈ ഒരു സംഗതി ഒന്നും ആലോചിക്കാതെ എൻ്റെ കൂടെ പഠിച്ച പലരും മരിച്ചുപോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും അംഗവൈകല്യം വന്ന് വീട്ടിൽ കിടപ്പിലാണ്. പലരും മാറാ രോഗം വന്ന് 1-2 ദിവസങ്ങൾ ഡയാലിസിന് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എൻ്റെ കൂടെയുള്ള ആളുകളുണ്ട്. പലരും RCCയിലും പലരും ഇതുപോലുള്ള ക്യാൻസർ സെൻ്ററുകളും പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും ഒരു നേരത്തെ മരുന്നിന് വേണ്ടി പല സ്ഥലങ്ങളിലും എവിടെയാണ് കിട്ടാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും ചോർന്നൊലിക്കണ കൂരകളിൽ മഴ കൊണ്ട് മക്കളെയും കൂട്ടിപ്പിടിച്ച് ജീവിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകളാണ്. പലർക്കും ഒന്ന് സമാധാനം കിട്ടാത്ത ഒരുപാട് ആളുകൾ നമ്മളെ മുന്നിലുണ്ട്. പക്ഷെ ഓരൊക്കെ അപേക്ഷിച്ച് ഞാൻ എത്ര ഭാഗ്യവാനാണ്. എനിക്ക് ചോരാത്തൊരു വീടുണ്ട്, അന്നാന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് കിട്ടുന്നുണ്ട്, സമൂഹത്തിലൊരാരുടെ മുന്നിലും പോയി ഞാനൊരു ഇടങ്ങറായിട്ടില്ല. ഇങ്ങനെ കുറേ എണ്ണിയാലും ഒതുങ്ങാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കിട്ടാതെ പോയി പ്രയാസപ്പെടുന്ന ആളുകളും അവരനുഭവിക്കുന്ന വേദനകൾ നമ്മൾ കാണും കേൾക്കും ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്ര മനസ്സമാധാനത്തിലാണ് ജീവിക്കുന്നത്. പഠിച്ച റബ്ബിനോട് എന്താണ് പറയുക എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള സുഖസൗകര്യങ്ങൾ അനുഭവിച്ചാണ് നമ്മൾ ഓരോ ആളുകൾ നിൽക്കുന്നത്. അത് ഇങ്ങോട്ട് നോക്കിയാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ, ഞാൻ ഇന്നലെ കുറേ ദിവസം യാത്രയിലൊക്കെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ കൂടെയുള്ള ആളുകളെ പറ്റി കൂടെ പഠിച്ച ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം കയറിയപ്പോൾ പറഞ്ഞ് രാത്രി കിടന്നുറങ്ങി, പക്ഷേ നേരം വെളുത്തപ്പോൾ ഒരു കയ്യും കാലും അനങ്ങണില്ല. ഏതായാലും ഇപ്പോൾ കുറേ മെച്ചപ്പെട്ട്. പക്ഷെ ബസ് കയറിയപ്പം ബസ്സിൽ ചെരുപ്പില്ലാന്ന് ആൾക്കാർ ചെരുപ്പോട് വെച്ച് നോക്കിയപ്പോൾ ചെരുപ്പ് ബസ് കയറിയപ്പം കാലുമെന്ന് ഒഴിഞ്ഞു പോയി ഞാൻ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ കുറേ പ്രയാസങ്ങൾ. എന്നാലും അൽഹംദുലില്ലാഹ് സാമ്പത്തികമുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്.
എന്നാലും അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ചോദിച്ചു നിസ്കരിക്കാനൊക്കെ ഇങ്ങനെ. അപ്പോൾ ഞാൻ ഇരുന്നൊക്കെ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, നിസ്കാരത്തിന് വലിയ ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ കസാല ഇടും, സൈഡിൽ പോയി നിൽക്കും. അപ്പോൾ ഞാൻ എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കി. അപ്പോൾ ഇങ്ങനെ ആലോചിക്കൊണ്ട് വേറെ ഞങ്ങളെ കൂടെ പഠിച്ച കുറേ ആളുകളൊക്കെ മരിച്ചുപോയി, കുറേ ആളുകളൊക്കെ കിടപ്പിലാണ്. കൂടെ പഠിച്ച ഒരാൾ സ്റ്റാൻഡിൽ കൂടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നടക്കും. ഞാൻ മക്കൾക്കൊക്കെ എപ്പോഴും കാണിച്ചോളൂ. എൻ്റെ കൂടെ 10ാം ക്ലാസ് പഠിച്ച ഒരാളാണ്. ആ നടക്കുന്നത് ഒരു ഇങ്ങിച്ചടച്ച ഒരു വസ്ത്രം, മുടിയൊന്നും വെട്ടാതെ, താടിയൊക്കെ നീട്ടി, ഒരു ബീഡിയും വലിച്ചിലോട്ട് കൂടെ നടക്കും. എന്നെ കണ്ടാലും ബഷീറെ ഒരു 10 രൂപ ഉണ്ടാ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ 10 രൂപയൊക്കെ സിഗരറ്റ് വലിക്കല്ലേ എന്ന് പറയുമ്പോൾ കണക്കൊന്ന് നോക്കും, അവൻ 10 രൂപ കൊടുക്കും. അപ്പോൾ ഈ ഞാൻ 5-6 കുട്ടികളെ വാപ്പായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. വണ്ടിയും വിട്ടിട്ടും വണ്ടിയിലൊക്കെ ഞാൻ അങ്ങനെ യാത്രയാണ്. എൻ്റെ കൂടെ ഉള്ളൊരുത്തൻ സ്റ്റാൻഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വേറെ കുറേ ആളുകൾ നേരത്തെ പറഞ്ഞ മാതിരിയുണ്ട്. ഞാൻ ഇങ്ങോട്ട് നോക്കാതെ എൻ്റെ കൂടെ പഠിച്ച പലരും കട്ടിൽമേലാണ്, പലരും കവറിൻ്റെ അടിയിലാണ്, പലരും സമനിലയിച്ച് റോട്ടിൽ നടക്കുകയാണ്. പലർക്കും ഒരു നേരം മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പല പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഞാൻ അത് ആലോചിക്കുമ്പം എനിക്ക് ഭയങ്കര സമാധാനമുണ്ട്. ഞാൻ അവിടെ ഒന്നും അല്ലല്ലോ. നേരെ മറിച്ച് എൻ്റെ കൂടെയുള്ള ആളുകൾ, എൻ്റെയും വൈദ്യുസ്ബൈൻ്റെ കൂടെ പഠിച്ച ആളുകൾ, ഒരു 4 ജില്ലേൻ്റെ അധികാരമുള്ള ആളുകൾ, 1 ജില്ലേൻ്റെ അധികാരമുള്ള ആളുകൾ, ഒരു സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളുകൾ, ഒരുപാട് സമ്പന്നന്മാരൊക്കെ ഞാൻ കണ്ടാലും കൂടെ പഠിച്ച ആളുകളുണ്ട്. ഒരുപാട് കറൻസിയുള്ള ആളുകളുണ്ട്, അത് ഇട്ടച്ച് പോയ ആളുകളുണ്ട്, ഒക്കെ ഞങ്ങളെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഞാനും വൈദ്യുസ്ബൈയൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സമാധാനമുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻലുറു ഇലാമൻ ഹുവ അസ്ഫല മിൻകും വലാ തൻലുറു ഇലാമൻ ഹുവ ഫൗഖക്കും ഫഇന്നഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. സല്ലല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. അതാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ അവഗണിക്കാതിരിക്കുവാനും കുറച്ച് കാണിക്കാതിരിക്കുവാനും നല്ലത്. പലതരം റിപ്പോർട്ടുകൾ ഇതിങ്ങനെ കാണാം. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റി തിരിച്ചറിയണമെങ്കിൽ നമ്മളെക്കാളും പ്രയാസം അനുഭവിക്കണം. അത് ശാരീരികമായ പ്രയാസമാണെങ്കിൽ ശരി, സാമ്പത്തികമായിട്ടുള്ള പ്രയാസമാണെങ്കിലൊക്കെ ശരി, നമ്മളെക്കാട്ടി താഴെയുള്ള ആൾ, ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സദസ്സിലുള്ള ആൾക്കാർ നിങ്ങളൊന്ന് ആലോചിച്ചാൽ, നിങ്ങളെ കൂടെ പഠിച്ച എല്ലാവരും, മുസ്തമാഷ കൂടെ പഠിച്ചവരൊന്നും ഇപ്പം ഹൈസ്കൂൾ അധ്യാപകരായിട്ടില്ല, ഇപ്പോൾ ഇതിൻ്റെ കൂടെയുള്ളവരൊന്നും ബിസിനസ്സിലെത്തിയിട്ടില്ല. അങ്ങനെ ഓരോ ആളുകൾ, ഇപ്പോൾ പല ആളുകളും പിന്നെ ഉണ്ട്. പക്ഷേ ചില ആളുകളൊക്കെ പഠിച്ച് നമ്മളെക്കാട്ടിയൊക്കെ വലിയ ബിസിനസ്മാൻമാരായിട്ട് ഡോക്ടർ കൂടെ പഠിച്ച ആൾക്കാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഡോക്ടർക്ക് അല്ലാഹു തആല കൊടുത്തത് ഇവിടെ കുറേ പാവങ്ങളെ സൗജന്യമായിട്ട് പരിശോധിക്കാനും 10-60 ആളെ പരിശോധിക്കാനും കുറേ വീടുകൾ കയറി ഇറങ്ങാനും, ആ ഒരു തലത്തിൽ ആലോചിക്കുമ്പോൾ മനസ്സമാധാനം എമ്പാടും ഉണ്ടാവും. അതല്ല, കൂടെ പഠിച്ച ആളുകളൊക്കെ സ്വന്തം ആശുപത്രികൾ നടത്തി അല്ലെങ്കിൽ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിക്കുമ്പോൾ എന്താ ഉമർ സാഹിബ് അല്ലെങ്കിൽ എന്താ ഉപയോഗം എന്നൊക്കെ ചോദിച്ചാൽ, ഈ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് മനുഷ്യന്മാർക്ക് ആശ്വാസം കൊടുക്കാൻ എനിക്ക് സാധിച്ചല്ലോ, അൽഹംദുലില്ലാ എന്ന മനസ്സിനുള്ളൊരു ഭയങ്കര ഒരു സുഖം കൂടി വരും. അങ്ങേപ്പുറത്തെ കോണുകൂടെ ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ പഠിച്ചവൻ എങ്ങനെയൊന്നും ആയ പോരേനല്ലോ എന്നുള്ള. പക്ഷെ അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാനും മനസ്സമാധാനം കിട്ടുന്ന ഏറ്റവും വലിയൊരു ആയുധം എന്തെന്ന് ചോദിച്ചാൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. ഈ ഒരൊറ്റ ഹദീസ് പഠിച്ചാൽ മനസ്സമാധാനം കിട്ടും. മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുന്നിടയിൽ നമ്മളെക്കാളും താഴെ, അത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഇതിൻ്റെ സുഖത്തിൻ്റെ അത്യുന്നതിയിലുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, ദുരിതം കഷ്ടപ്പാട് അനുഭവിക്കേണ്ടതിൻ്റെ താഴെ തട്ടിലുള്ള വേദന പറഞ്ഞിട്ടില്ല. അതിൻ്റെ രണ്ടിനും നടുവിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് രണ്ട് അറ്റത്തേക്ക്, സുഖത്തിൻ്റെ അത്യുന്നതിക്കാണ് ചിന്തിക്കണേ, അതും ചിന്തിക്കാം. ദുരിതം അനുഭവം, ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും ഒരു ദിവസം കുടിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ 2-3 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന മനുഷ്യന്മാർ മുതൽ, ഇങ്ങനെ ഒന്ന് വയറ്റുന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ള മനുഷ്യന്മാർ മുതൽ, ഒന്ന് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള മനുഷ്യന്മാർ മുതൽ, ഒരു വേദന, ഒരു പെയിൻ കില്ലിംഗ് ഇല്ലാതെ 1/2 മണിക്കൂർ ജീവിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന മനുഷ്യന്മാർ മുതൽ താഴെ തട്ടുന്നതാക്കുമ്പോൾ ഇനി നമ്മളിങ്ങനെ ആലോചിക്കും, പടച്ചോനെ ഒരുപാട് തിന്നിട്ടുണ്ടല്ലോ റബ്ബേ, ഞാൻ എന്താണ് കൊടുത്തത്, അല്ലെങ്കിൽ ഞങ്ങളൊന്നും ആയാൽ പോരല്ലോ, എനിക്ക് തിന്നിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ എണ്ണിയാൽ ഒതുങ്ങാത്ത ശുക്രുകൾ പടച്ചോനെ അർപ്പിക്കാനും അതുവഴി അള്ളാഹും റസൂൽ ഇഷ്ടപ്പെടുന്ന പരിശ്രമങ്ങൾ, അള്ളാഹും റസൂൽ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് പ്രചോദനമായി മാറും. മറ്റെന്താ വെച്ചാൽ നമുക്ക് അസ്വസ്ഥതയൊക്കെ എപ്പം നോക്കിയാലും ഈ മേലോട്ട് നോക്കി, കൂടുതലുള്ള ആളുകളെ സുഖസൗകര്യങ്ങൾ നോക്കി, മറ്റുള്ളവർക്കുള്ള ശരീരത്തിൻ്റെ വടിവ് നോക്കി, ഇങ്ങനെ നോക്കി അസ്വസ്ഥത വരും. അതില്ലാതിരിക്കാൻ ഇതാണ്, ഈ കാര്യങ്ങൾ പഠിക്കണം. അത് നമുക്ക് മനസ്സിലാണെങ്കിൽ നമ്മൾ ഫീൽഡിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചില ആളുകൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ രജിസ്റ്റർ ചെയ്തൊരു സഹോദരൻ, ഒരു മോൾ വന്നിട്ട് പറഞ്ഞേ, കാക്ക ഞാനിവിടെ ഓർഫൻ കെയർ ഉണ്ടായിരുന്ന കുട്ടിയാണ്, +2 വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളായി,
ഇതിൻ്റെ ഉമ്മയാണ്, എൻ്റെ ഭർത്താവിനിപ്പോൾ സുഖമില്ല. സത്യത്തിൽ പെൺകുട്ടികളല്ല, +2 ഒക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ മുഖം ഓർമ്മ കിട്ടിയില്ല എത്ര കാലമായിട്ട്. അപ്പോൾ വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പോഴാണ് ആ കുട്ടീൻ്റെ ഉമ്മാനെയും കണ്ടു, കൂടുതൽ ഈ ഭർത്താവിനെ കണ്ടു. ആ ഭർത്താവിനോട് മുന്നേ തന്നെ അവൾ പറഞ്ഞു, കാക്ക നിങ്ങൾ സ്കൂളിൽ പഠിക്കും ഒരുപാട് കൊല്ലം ബുക്കും ബാഗും ഒക്കെ അവിടെ തന്നീന്, സ്കോളർഷിപ്പ് തന്നീന്. ഉമ്മ ചെറുപ്പത്തിലെ വിധവായി, ഞാൻ ചെറുപ്പത്തിലെ എത്തിയൻകുട്ടിയായി. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ സുഖമായി ജീവിക്കുകയാണ്. എൻ്റെ ഭർത്താവിന് അസുഖം വന്നു. ഭർത്താവിനിപ്പോൾ വയറ്റിൽ നിന്ന് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് 1 തവണ അല്ല, 2 തവണ അല്ല, 15ഉം 16ഉം തവണ ഒരു ദിവസം വയറ്റിൽ നിന്ന് ബ്ലഡ് പോവാണ്. നിരവധി ടെസ്റ്റുകൾ നടത്തി കൃത്യമായൊരു രോഗനിർണയം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഓരോ 15 ദിവസവും 1 മാസം കഴിയുമ്പോൾ ആശുപത്രിയിൽ പോയി നിരവധി ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഡോക്ടർമാരിങ്ങനെ ഓരോ ടെസ്റ്റ് നടത്തിയിട്ടും രോഗം എന്താണെന്ന് മനസ്സിലാകാനുള്ള ഒരു പരിശ്രമത്തിലാണ്. അപ്പോൾ ആ ഒരു ദിവസം 16 വട്ടം 15 വട്ടമൊക്കെ വയറ്റിൽ നിന്ന് ബ്ലഡ് പോയാൽ തിന്നുന്നതൊന്നുമില്ലാതെ ഒരു ചെറുപ്പക്കാരൻ വിരളി വെളുത്തു പോകും. വല്ലതും ഇത്തിരി ഭക്ഷണം കഴിച്ച് ആരോഗ്യം ഉണ്ടാകുമ്പോഴത്തേന് ഒരു ദിവസം പണിക്ക് പോകുമ്പോഴത്തേന് പിന്നെ ഇല്ലാതാവുക. ഇനി നമ്മളൊന്ന് ആലോചിക്കാം, നമ്മളൊരു ദിവസം 16 വട്ടം ബ്ലഡ് പോകണ്ട, ഒരു 4 വട്ടം ബ്ലഡ് പോയാൽ എന്താവും? ഇനി 4 വട്ടം ബ്ലഡ് പോകണ്ട, വയറ്റിൽ നിന്ന് പോകണ സാധാരണ പോണത് ഒരു 3 വട്ടം പോണത് ഒരു 5 വട്ടോ 6 വട്ടോ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ എടുത്ത് ഓടി വണ്ടി വിളിച്ച് നേരെ പോയി ഗ്ലൂക്കോസ് കയറ്റാൻ പോകേണ്ടി വരും. ആ സമയത്ത് ഈ നല്ല ശക്തമായ മഴ, ഒരു പണി തീരാത്ത വീടിൻ്റെ ഉള്ളിൽ ഈ 2 മക്കളും ഈ കുട്ടി ഈ സഹോദരനും ഒരുപാട് ഒരു അട്ടി മരുന്നിൻ്റെ ഷീട്ടും ഇങ്ങനെ ഇന്ന് ഈ വിഷയമൊക്കെ നമ്മളോട് ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ആലോചിച്ച് പടച്ചോനെ നമ്മളെ ശരീരത്തിലും കുടലും വൻകുടലും ചെറുകുടലും ഈ പറഞ്ഞ എല്ലാ സംഗതി ഓടുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ എവിടെ വന്നൊരു തകരാറുകൾ ഇനി അതിൻ്റെ ഉള്ളിൽ മാരകമായ വല്ലതും ഉണ്ടോ ഇല്ലേ എന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ചികിത്സ തുടരാനെ പറ്റുന്ന വലിയ വലിയ ഡോക്ടർമാർ അതിൻ്റെ ഒരു പരിശ്രമത്തിലാണ്. നല്ല മനസ്സമാധാനമുള്ള, എന്നാലും വേവലാതിയും പരാതികളൊന്നും പറയാത്ത അള്ളാഹു വെച്ചതൊക്കെ വരും. ഞാൻ അള്ളാഹുവിൽ ബരയേൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോട് മക്കളെ ചേർത്ത് പിടിക്കാൻ നല്ലൊരു സഹോദരൻ, നല്ല തവക്കുലുള്ള ഈമാനുള്ള, പരാതികളും വേവലാതികളും കുറ്റപ്പെടുത്തലുകളും ഒന്നുമില്ല, വളരെ സംതൃപ്തിയായിട്ട് ഒരു പരാതിയും വേവലാതിയും പറയാതെ മരുന്ന് ചീട്ടിങ്ങനെ ചോദിച്ചപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പം പറഞ്ഞ കുറേ സംഗതികളാണ്. പിന്നെ നമ്മളൊന്ന് ആലോചിക്കാം, നമുക്കൊക്കെ പഠിച്ചു തന്ന അനുഗ്രഹങ്ങൾ. ഇപ്പോൾ ഈ പോണ പോക്ക് നമ്മളെ ശരീരത്തിലുണ്ടല്ലോ ഈ വൻകുടലും ചെറുകുടലും ഈ പറഞ്ഞ അവയവങ്ങൾ, ആന്തരിക അവയവങ്ങളൊക്കെ, അതിലൊക്കെ എന്തെങ്കിലും ഒരു കേടുപാട് പറ്റിയാൽ ഇതുപോലെ രാവിലെ വന്ന് മീറ്റിങ്ങിൽ ഇരിക്കാനും എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്യാൻ നമുക്ക് അവസരം കിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ആലോചിച്ചാൽ നമുക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കാനുള്ള, ഓടാനുള്ള, വല്ലതും കൊടുക്കാനുള്ള, വല്ലതും മറ്റുള്ള പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ത്യാഗം ചെയ്യാനൊക്കെ ഉള്ളൊരു മനസ്സാന്നിധ്യം ഉണ്ടാവും. അതെല്ലാം നമ്മൾ ഇനി എത്തിപ്പിടിക്കാൻ കുറേ ഉണ്ട്. ഞാൻ വിചാരിച്ചൊന്നും എത്തിയിട്ടില്ല, കുറച്ചുകൂടി ആണോ എന്നുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ എന്നിട്ട് ഞാനൊന്ന് സ്റ്റേബിളായതിൻ്റെ ശേഷം മാത്രം എനിക്ക് മറ്റുള്ളവരെ വേദനകൾക്ക് നോക്കാം, എന്നിട്ട് തിരിയുക എന്നുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ പോണതിൻ്റെ ഇടയിൽ ഈ മനസ്സമാധാനം എന്ന് പറഞ്ഞ സംഗതി നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരുപാട് സമ്പത്തുണ്ടായിട്ടും മാനസിക സമാധാനമില്ലാത്ത, ശാരീരിക സുഖമില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. സമ്പത്തെമ്പാടുണ്ട്, അത്യാവശ്യം മാന്യമായ ശമ്പളം വരുമാനമൊക്കെ ഉണ്ട്. പക്ഷേ എന്താ ഒരു സുഖമില്ല. എന്നാലും എന്താ അറിയില്ല, ഒരു സുഖമില്ല. എന്താ അസുഖം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോയിക്കാണെങ്കിൽ ഡോക്ടർക്ക് പനിയുണ്ടോ മരുന്ന് ചെയ്താൽ, തലവേദന മരുന്ന് ചെയ്താൽ. ഞാൻ അപ്പോൾ എനിക്ക് നല്ല തലവേദന ഉണ്ട് വന്ന് തലവേദന പോയി കടച്ചാക്കെ കുടിച്ച് കുറച്ച് നേരം സംസാരിക്കണ തലവേദന ഇങ്ങനെ വരുന്നുണ്ട്. ഇനി വില തലക്കുമ്പോൾ ഡോക്ടറോട് ഗുളിക തരികയെന്ന് പറഞ്ഞപ്പോൾ ഗുളിക കിട്ടും. ഡോക്ടർ എന്താ ഒരു സുഖമില്ല എന്നപ്പോൾ എന്താ പറയാൻ പറ്റുക? പലരും ചോദിച്ചാൽ എന്താ വെച്ചാൽ ഒരു സമാധാനം എന്താ അറിയില്ല, ഒരു സമാധാനമില്ല. എന്താ അറിയാത്ത സമാധാനത്തിനില്ലായ്മേൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്തോ ഒരു ലക്ഷ്യം കണ്ടിട്ടുണ്ട്, അത് പൂർത്തീകരിക്കപ്പെടാത്ത ഒരു സംഗതികളാണ്. ഒരു സമാധാനമില്ല. അങ്ങനെ കുറേ ചോദിച്ചോക്കണ്ടേ, അങ്ങനെ പോകുന്നുണ്ട്. ഒരു അൽഹംദുലില്ലാ റാഹത്താണ്. ഞാനിന്ന് രാവിലെ ഒന്ന് കക്കൂസ് പോയി, നല്ല സുഖം, ഒരു ബുദ്ധിമുട്ട്, നല്ലോന്നുണ്ട് മൂത്രം പറ്റി നല്ല സുഖം, അന്തിക്ക് രാത്രി നല്ല കിടന്നുറങ്ങി സുഖം, രാവിലെ ഇത്തിരി ചായയും കുടിച്ച് നേരെ ഇങ്ങോട്ട് പോന്നു, വണ്ടിയിട്ട് കാറിട്ട് ഇവിടെ എത്തിയാവും. അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ്, ഒരു പ്രശ്നമില്ല പടച്ചോനെ, ഞാൻ നല്ല സുഖമാണ്. ഉള്ളു തുറന്നിട്ട് പടച്ചോനെ അൽഹംദുലില്ലാ എനിക്ക് നല്ല സുഖമാണെന്ന് ഒരു ഏകപക്ഷികമായിട്ട് പടച്ചോൻ്റെ മുന്നിൽ നിന്നിട്ട് എനിക്ക് നല്ല സുഖം, ഒരു പ്രശ്നമില്ല പടച്ചോനെ. പിന്നെ എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ട്, അതൊന്നും എനിക്ക് പ്രശ്നമില്ല, അതിനെക്കാട്ടി അപ്പുറം ഈ തന്നിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പടച്ചോനെ മനസ്സിലാക്കാൻ പലപ്പോഴും കാണില്ല. അപ്പോൾ എന്താ വെച്ചാൽ പലപ്പോഴുള്ള ബുദ്ധിമുട്ട് മറ്റുള്ളവരെ സാമ്പത്തിക അഭിവൃദ്ധി, അവരെ സുഖസൗകര്യങ്ങൾ
അതില്ലല്ലോ, അത് കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു പൊറുതിയേട്, അത് ശരീരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ ആളുകൾ സമാധാനം. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പോൾ കേടില്ലാത്തൊരു ശരീരം തന്നെ ഏറ്റവും വലിയ സമ്പത്തായി കരുതി സമാധാനത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ ജീവിതത്തിലൊരു സംതൃപ്തി. അതായത് കേടില്ലാത്തൊരു ശരീരം ഉണ്ടെന്ന് വിചാരിച്ച് ആ ശരീരം കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഒരു ആശ്വാസം നൽകാൻ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ അതിൽ 10 രൂപ അരി തോളിൽ വെച്ചിട്ടെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ആശ്വാസം കൊടുക്കാൻ പറ്റിയാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനം നമ്മൾ വഴി മറ്റൊരു മനുഷ്യന് കിട്ടുന്ന സമാധാനം. അപ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്നൊരു സുഖം, അത് നമ്മൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനസ്സമാധാനം, അതാണ് സമാധാനം എന്നുള്ളതാണ് എനിക്കതിൽ മനസ്സിലായി. കാരണം നമ്മളെ വാക്കുകൊണ്ട് ഒരു സാന്നിധ്യം കൊണ്ട് ഒരു ഇടപെടലുകൊണ്ട് ഒരു മനുഷ്യൻ്റെ മുഖത്തുണ്ടാകുന്ന ഒരു പുഞ്ചിരി, അപ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു സമാധാനം, അതിന് പഠിച്ചാൽ നമ്മളെ കാരണക്കാരാക്കി നിൽക്കുക നമുക്കൊരു സുഖം, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം. ആ സമാധാനം കണ്ടെത്താൻ ഒരു വഴിയാണ് നമ്മൾ ഇവിടെ വരുന്ന ആളുകളെ വീടുകളിലൊക്കെ പോയി അവരൊക്കെ കണ്ടു കേട്ടു ഓരോ പ്രശ്നങ്ങളൊക്കെ പഠിച്ച് അത്ര ആളുകളെ ആശ്വാസം നൽകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതേമാതിരി 32 വയസ്സായ ഒരു സഹോദരൻ ഭാര്യയും 2 ചെറിയ കുട്ടികളും വന്നു. കാഴ്ചയിൽ നല്ല ആരോഗ്യവാനാണ്, അത്യാവശ്യം നീട്ടുണ്ട്, നല്ല തടിയുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് പരിചയമുള്ള രോഗമാണ്, പക്ഷെ കൂടുതൽ ആളുകൾ കാണാത്തതും എന്നാൽ ഇടങ്ങറുള്ള ഒരു പാർക്കിൻസൺസ് എന്ന് പറഞ്ഞ ഒരു രോഗം. കൈ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഭയങ്കര പ്രയാസം. അപ്പം പറഞ്ഞ് അപ്പോൾ അതിൻ്റെ അതൊക്കെ ചോദിച്ച് സംസാരിച്ചപ്പോൾ ശരി ഞങ്ങൾ വീട്ടിലേക്ക് വരണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിൽ പോയി. ഇവിടെ 10-60 കിലോമീറ്റർ അപ്പുറത്തൊരു വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ കാറ് വരെ തിരിക്കാൻ നേരത്തെ തന്നെ ആലോചിച്ച് അല്ലാ നല്ല വീടും പ്രതാപമൊക്കെ ഉണ്ടല്ലോ, അവിടെ തന്നെയാണോ അത്, വീട് മാറി വെച്ച്. അപ്പോൾ ഒരു ഇങ്ങോട്ട് തന്നെ പോരിയായിരുന്നു, ഇങ്ങോട്ട് കയറി ചെന്ന്. അപ്പോൾ ആയ കാലത്ത് നല്ല അധ്വാനിക്കുകയാണ്, നല്ല വരുമാനമുള്ള മനുഷ്യനാണ്, നല്ല ഹലാലായ രീതിയിൽ അധ്വാനിച്ച് നല്ല വീടുണ്ടാക്കി ഉമ്മാനും ബാപ്പാനും പെണ്ണുങ്ങളെയും 2-3 കുട്ടികളെയും പോറ്റി. ഇപ്പോൾ ഈ 2 കൊല്ലമായിട്ട് പാർക്കിൻസൺസ് രോഗം വന്ന് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ല അധ്വാനിച്ച് നല്ല പണിയെടുത്ത് നല്ല ശമ്പളം കിട്ടിയ വരുമാനം കിട്ടിയിരുന്ന മനുഷ്യൻ അവസാനം കൈകൊണ്ടൊരു പെണ്ണ് പിടിക്കാനോ ഒരു സ്ക്രൂ ഡ്രൈവർ പിടിക്കാനോ ഒന്നും പറ്റാതെ ക്ലാസ് പോലും പിടിക്കാതെ വരച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഇതിൻ്റെ ഇന്ന് നമ്മളൊന്ന് ആലോചിക്കും, നമ്മളെ കയ്യിൻ്റെ വിരലുകൾ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ചോക്ക് പിടിക്കാൻ കഴിയുമോ, സ്റ്റെതസ്കോപ്പ് പിടിക്കാൻ കഴിയുമോ, നമുക്ക് വേറെ എന്തെങ്കിലും നമ്മൾ പണിയായുധങ്ങൾ പിടിക്കാൻ കഴിയുമോ, സ്റ്റെയറിങ് പിടിക്കാൻ കഴിയുമോ, നമുക്ക് പിന്നെ ക്ലാസ് എടുക്കാൻ ചോക്ക് പിടിക്കാൻ കഴിയുമോ, ഒന്നും നമുക്ക് കഴിയില്ല. പക്ഷെ കാണുന്ന മനുഷ്യന് നല്ല സുഖം, പക്ഷെ കയ്യൊന്നും നിൽക്കട്ടെ, പിന്നെ സ്വന്തം ആവശ്യങ്ങൾ എന്തായാലും കഴിയില്ല. അത് മൈസത്തിൻ്റെ മാർഗം കംപ്ലീറ്റ് പോവുക. അപ്പോൾ നല്ല ആശ്വാസമൊക്കെ പറഞ്ഞു കൊടുത്ത് കുറേ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ തിരിച്ചു പോരോ നേരത്ത് ആ സഹോദരൻ്റെ അമ്മ വാതുക്കൊടി എന്ന് പറഞ്ഞു, ഇങ്ങനൊന്നും ശീലമില്ല, ഇവൻ്റെ മരുന്നിന് ഒരുപാട് വില വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ദൂരം ഞങ്ങൾ വന്നത്. അങ്ങനൊന്നും ചോദിച്ചും പറഞ്ഞു ശീലമില്ല, ഞങ്ങളെ കൊണ്ട് തന്നെ കഴിഞ്ഞ് വളരെ സുഖമായിട്ട് കഴിഞ്ഞ ഒരവസ്ഥയായിരുന്നു. പക്ഷെ ആയ കാലത്ത് ഉണ്ടാക്കിയ അത്യാവശ്യം തെറ്റില്ലാത്ത നാട്ടിൽ നല്ലൊരു വീടുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നോമ്പിനൊക്കെ ഞങ്ങൾ കഴിഞ്ഞ കഥ മനുഷ്യനറിയില്ല, അതിനത്ര ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിവിടെ കഴിഞ്ഞ. ആരും 10 കിലോ അരി കൊണ്ട് കൊടുക്കില്ല, കൊടുത്ത് ശീലിച്ചിട്ടുള്ളൂ, വാങ്ങി ശീലിച്ചിട്ടില്ല. അപ്പോൾ കാഴ്ചയിൽ ഉഷാറാണ്, പുറത്തുനിന്ന് കാണുന്നവർക്ക് ഉഷാറൊക്കെ തന്നെയാണ്. പക്ഷേ സ്വന്തം കൈയൊന്ന് ചലിക്കാൻ കഴിയാതെ ഒന്ന് അധ്വാനിക്കാൻ കഴിയാവുന്ന മനുഷ്യൻ്റെ ഒരവസ്ഥ. ഇപ്പോൾ സർജറി എന്ന് ഒരു വേണ്ട വെച്ച് മരുന്ന് വിലപിടിപ്പുള്ള മരുന്നാണ്. അടുത്ത ദിവസം തിരുവനന്തപുരത്ത് വീണ്ടും പോകുന്നുണ്ട്. ആ മരുന്നൊക്കെ മാറ്റി ചെയ്താൽ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണ്, നമുക്ക് എന്തെങ്കിലും നോക്കാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പോന്നു. അതിപ്പോൾ ഒരു സഹോദരി എന്നിട്ട് പറഞ്ഞു, കുട്ടികളെ അച്ഛന് സ്ട്രോക്ക് വന്നതാണ്, കയ്യും കാലും കുഴഞ്ഞിട്ടുണ്ട്, സംസാരിക്കാൻ വയ്യ, മുഖം കൂടിയിട്ടുണ്ട്, ഒരസുഖം ഉണ്ടായില്ല, നല്ലോണം പണിക്ക് പോകണമാണ് കുട്ടികളച്ഛന്. പണി മാറ്റി വന്ന് രാത്രി ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിയതാണ്. രാവിലെ നീച്ചപ്പോൾ കൈ പൊന്തണില്ല, കാല് പൊന്തണില്ല, മുഖം ഒരു ഭാഗത്തേക്ക്, സംസാരിക്കാൻ കഴിയണില്ല. ആസ്പത്രി കൊണ്ടുപോയി, സമയം കുറച്ച് കഴിഞ്ഞു പോയി, ഉടനെ സർജറി ചെയ്യണം. സർജറി ചെയ്ത് രാത്രി 10 മണിക്ക് 11 മണിക്ക് 12 മണിക്ക് തലവട്ടി തലന്മേലാണുണ്ടെങ്കിൽ പിറ്റേന്ന് ആസ്പത്രിയിൽ എത്തിയപ്പോൾ സർജറി കഴിഞ്ഞ് തലവട്ടി പിന്നെ കിടക്കുന്നത് പള്ളൻ്റെ ഉള്ളിലാണ്. തലവട്ടി പള്ളൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അങ്ങനെ ഒരു സർജറി കഴിഞ്ഞു. ഇപ്പോൾ കാഴ്ചയിൽ നല്ല കുട്ടപ്പാനാണ്, പക്ഷെ ഇവിടെ നിന്ന് നീക്കാൻ കഴിയില്ല. കാല് പൊന്തണില്ല, കൈ പൊന്തണില്ല, നാവ് പൊന്തണില്ല, ഭക്ഷണം ഇറക്കാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ അവിടെ ഒരു സമനില തെറ്റിയ ഒരു 10-18 വയസ്സായ ഒരു കുട്ടി ആ വീട്ടിലുണ്ട്. ഈ സഹോദരിക്ക് അധ്വാനിക്കാൻ പോകാൻ കഴിയില്ല. അധ്വാനിക്കാൻ പോകാൻ കഴിയില്ല. എങ്ങനെ അധ്വാനിക്കാൻ പോകാൻ കഴിയും? ഭർത്താവിനെ നോക്കണം, ഈ കുട്ടീനെ നോക്കണം. ഇങ്ങനെ അപ്പോൾ അന്തിക്ക് കിടന്നുറങ്ങുമ്പം ശരീരത്തിലുണ്ടാകുന്ന തലവട്ടി പിറ്റേന്ന് ഉച്ചയായപ്പോഴത്തേന് പള്ളൻ്റെ ഉള്ളിലാണ്.
മര്യാദയ്ക്ക് മൂത്രമൊഴിച്ചിനോടുത്ത് അവിടെ യൂറിൻ ട്യൂബാണ്, മൂക്ക് കൂടെ വേറെ ട്യൂബാണ്, തിന്നാ ട്യൂബ്, മൂത്രം പോകാൻ ട്യൂബ്, വറ്റുന്നു പോകാൻ വേറെ സംവിധാനം, തലോട്ടി കിടക്കുന്നത് പള്ളൻ്റെ ഉള്ളിൽ. എന്നിട്ടും ആ സഹോദരി നല്ല നോട്ടം ഭംഗിയായിട്ട്. അതുകൊണ്ടാണ് ആ ഇത്ര ദൂരം താണ്ടി ആ സഹോദരിയോടെ വന്നത്. മറ്റൊരു സഹോദരൻ കഴിഞ്ഞ ആഴ്ച വന്നു. ആ സഹോദരൻ വന്നില്ല, ഒരു സഹോദരി വന്നു. ആ സഹോദരി വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവിന് സുഖമില്ല, ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 10ാം ക്ലാസ്സിൻ്റെ താഴെ 4 കുട്ടികളാണ്, വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ബുദ്ധിമുട്ടുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ പോയി നോക്കിയപ്പോൾ ഒരു മലയോര പ്രദേശത്ത് മനോനില പോലും തെറ്റിപ്പോണ്ട ഒരവസ്ഥ. നിങ്ങളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ ഒരു 4 കുട്ടികളൊരു പെരയിൽ, അവിടെ പുക വന്നിടണമല്ലോ. 5 കുട്ടികൾ, 10ാം ക്ലാസ്സിൻ്റെ താഴെ 10ാം ക്ലാസ് ഉൾപ്പെടെ 5 കുട്ടികൾ. അതൊരു ഓടിട്ട വാടക കോട്ടേഴ്സിൽ, വരുമാനമൊന്നുമില്ല. 1-2 ദിവസങ്ങൾ ഡയാലിസിന് പോകണം, ഈ 4-5 കുട്ടികൾക്ക് പഠിക്കണം, ഇവർക്ക് ഭക്ഷണം കഴിക്കണം. അധ്വാനിക്കാൻ കെൽപ്പുള്ളവർ തന്നെ അധ്വാനിക്കാൻ പോകാൻ പറ്റാത്ത രീതിയിലുള്ള മഴകളാണ് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഒരു ഗതി ഇല്ലാത്തതുകൊണ്ടാണ് ആ സഹോദരന് 34 വയസ്സായിട്ടും 5 കുട്ടികളാണെങ്കിലും വളരെ ചെറു പ്രായത്തിലുള്ളൊരു മനുഷ്യൻ. അപ്പോൾ 5 കുട്ടികളുള്ള ഒരു വീട്. ഈ 5 കുട്ടികളുള്ള ഒരു വീട്ടിൽ ഒരു വാപ്പ സോക്കടാനെ കേൾക്കും. ആ മക്കളെ മാനസികാവസ്ഥ എന്തേക്കാരം? ആ മക്കളെ മാനസികാവസ്ഥ എന്താവും? പക്ഷേ വാപ്പാക്ക് ഡയാലിസിന്. ഈ ഉമ്മാൻ്റെ മാനസികാവസ്ഥ എന്തേക്കാരം? വല്ലതും കിട്ടിക്കുകയാണെങ്കിൽ ഒന്ന് ആശുപത്രിക്ക് കൊണ്ടുപോകണം. ഈ മക്കളെ വിശപ്പിൻ്റെ കാര്യത്തിലോ മക്കളെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലോ. എന്നാൽ കൃത്യമായിട്ട് വാടക കൊടുത്തില്ലേ എന്തേക്കാരം സ്ഥിതി? അയ്യാരെ. അപ്പോൾ ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകളാണ് നമ്മളെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സഹോദരൻ ഒരു വാഹനത്തിൽ വന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ അവിടെ വന്നിട്ട് പറഞ്ഞത്, അവിടെ പുറത്ത് പോയി കണ്ടു, അധ്വാനത്തിൻ്റെ ഇടയിൽ വീണു പോയതാണ്, നെട്ടലിന് ക്ഷതം പറ്റിയതാണ്, നടക്കാൻ വയ്യ, വാഹനത്തിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ, നിങ്ങളിൻ്റെ അവസ്ഥ കാണാൻ വീട്ടിലൊന്ന് വന്ന് കാണണം. അങ്ങനെ വീട്ടിൽ പോയി നോക്കുമ്പോൾ ചോർന്നൊലിച്ചിട്ട് വയ്യാത്ത ചുമരുമ്പോൾ കൂടെ കട്ടമ്മ കൂടെ വെള്ളം കണ്ടു വെച്ച് പല ഭാഗത്തും പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കെട്ടിയിട്ട് ഒരു കുടുംബം. അങ്ങേറ്റം ബുദ്ധിമുട്ട്. കുറേ കാലം വെളിച്ചം കണ്ടിട്ടില്ലായിരുന്നു റൂമിൽ തന്നെ. ഇപ്പോൾ വെളിച്ചം കാണാൻ തുടങ്ങി. അത്യാവശ്യമൊക്കെ ഒന്ന് പുറത്തിറങ്ങും, നടന്നിട്ടല്ല, വാഹനത്തിലൊക്കെ അങ്ങനെ ഒപ്പിച്ച് പോകും. അപ്പോൾ ഈ ഒരു 30-35 വയസ്സായ ഒരു സഹോദരൻ, നമ്മളൊക്കെ അധ്വാനിക്കുന്ന ആളുകളാണ്. അധ്വാനിക്കാൻ കുടുംബം പോറ്റാൻ പോയതാണ്. തൊഴിലിനിടെ 2-3 പോണ ഒരു പണിയിൽ ഒരാൾ വന്ന് ചെറിയൊരു കയ്യബദ്ധമോ മറുതിയോ അശ്രദ്ധ മറ്റാൾ നട്ടല് പൊട്ടി ആണ് കിടന്നു. നമ്മളൊക്കെ ഈ തൊഴിൽ മേഖലയിൽ പലതരം പരസ്പരം കൊണ്ടും കൊടുത്തും ആശ്രയിച്ചും വാഹനം ഓട്ടിയൊക്കെ നമ്മൾ പോണ ആളുകളാണ്. അപ്പോൾ ഇതൊന്നും വരാൻ വേണ്ടി വരുന്നതൊന്നുമല്ല, ഇതൊക്കെ പഠിച്ചോനായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് തന്നെ പരീക്ഷണങ്ങളാണ്. അതേപോലെ ഈ 2-3 ആഴ്ച മുന്നേ ഉണ്ടായ ഒരു സംഭവം, ഒരു സഹോദരി ഭർത്താവിനും 16 വയസ്സുള്ള ഒരു കുട്ടിനേറ്റ് വന്നു. ഭർത്താവ് ചോദിച്ചിട്ടൊന്നും ഉത്തരം പറയുന്നില്ല. 16 വയസ്സ മകന് അബ്നോർമലായിട്ട് നിരന്തരം ഓഫീസിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ എഴുതി വെച്ചു, കുറച്ച് താൽക്കാലിക ആശ്വാസമൊക്കെ കൊടുത്തു, നിങ്ങൾ പെരെ പോയിക്കൊള്ളിയാറ്. ആ സഹോദരൻ്റെ വീട്ടിൽ നമ്മൾ ചെന്നു. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ലൊക്കേഷൻ വിടാനൊന്നും അറിയില്ല. നല്ല വാട്സപ്പിലുള്ള ഫോണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മക്കൾ എറിഞ്ഞ് പൊട്ടിച്ചു പോയി. അങ്ങനെ ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഇതെന്നെ വീട് തന്നെ കാറ് നിങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങോട്ട് പോരി പറഞ്ഞ് വാപ്പാക്കണ്ട് ഇറങ്ങിയിരുന്ന്. വാപ്പാക്ക് ബുദ്ധി വയലൻ്റ് അല്ല. അവിടെ തന്നെ 10-14 വയസ്സായ ഒരു കുട്ടിക്ക് ബുദ്ധി വളർച്ചയില്ല. 18 വയസ്സായ ഒരു മോനുണ്ട്, ഓന് ബുദ്ധിയില്ല. ഓൻ അടുക്കളയിലോടെ ഉണ്ടാവും, നല്ല മഴയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, ഓനൊന്ന് കാണി വിളിക്കുകയാണ്. അപ്പോൾ ഓൻ കുറച്ച് കൊണ്ട് വന്ന് നല്ലൊരു പട്ടക്കത്തിയിട്ടാണ് വരുന്നത്. പട്ടക്കത്തിക്ക് പിടിയില്ലാത്തൊരു കത്തിയിട്ട് വന്നാണ്ട് ഇവിടെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ചൊറിയുണ്ട്. പറയണം, ഉമ്മ പറയാണ്, വാപ്പാക്ക് ഒന്നാണ്ട് കൊടുക്കും, ഒന്നാണ്ട് കിട്ടിയാൽ വാപ്പാണ്ട് പോകുമെന്ന് പറയാം. കണ്ടു പോകും. പക്ഷെ വാപ്പ തല്ലൊന്നും ഇല്ല കേട്ടോ. മറ്റൊരു അടിപൊളിയാണ്. അങ്ങനെ മൊബൈൽ പൊട്ടും, ജനാല് പൊട്ടും, എല്ലാം പൊട്ടും. ഈ 2 കുട്ടികളെയും ഭർത്താവിനെയും നോക്കിയിട്ട് സഹോദരി ഒരു പീടിയെ പോയി ചില്ലാനം വാങ്ങാൻ അറിയില്ല. പക്ഷെ ആ സഹോദരിക്ക് ഒരു പരാതിയില്ല കേട്ടോ. ഒരു പരാതിയോ ആരും കുറ്റപ്പെടുത്തുകയോ ഒന്നുമില്ല. നമ്മളിനി കൊണ്ടുകൊടുത്താൽ ഇനി നമ്മളെന്ന് ആലോചിക്കേണ്ട പഠിച്ചോനെ, ഇതിങ്ങനെ ഒരു കഥ കേട്ടതുപോലെ കേൾക്കാതെ നമ്മളൊരു ഭാര്യ, സ്ത്രീകൾ, സഹോദരിമാർ, എൻ്റെ ഭർത്താവിന് മനോനില തെറ്റിപ്പോയി, എൻ്റെ ഒരു 16 വയസ്സായ ആറ്റിനൂറ്റുണ്ടാക്കിയൊരു 18 വയസ്സായ കുട്ടിക്ക് മനോനില ഇല്ല, 10-12 വയസ്സായ ഒരു കുട്ടിക്കില്ല. ഇതിന് നടുവിലിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ സഹോദരിമാരെ ഇങ്ങനെ ആലോചിച്ചാണ് എന്തേക്കാര സ്ഥിതി. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ കേട്ടാൽ
ഈ ഹദീസ് എത്ര അർത്ഥവത്താണ് നബിതങ്ങൾ അന്ന് ഇത് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഈ ലിസ്റ്റിലൊന്നും നമ്മളിപ്പോൾ പറയണേ. വിശ്വാസം പറഞ്ഞു, നിങ്ങൾക്ക് താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. അതാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അവഗണിക്കാതിരിക്കുവാനും കുറച്ച് കാണിക്കാതിരിക്കുവാനും നല്ലത്. അതായത് നമുക്ക് കിട്ടിയത് പോരാ എന്നുള്ള ആ തോന്നലില്ലാതെക്കാൻ. ഇപ്പോൾ ഈ ഇന്നത്തെ അനുഭവം പറഞ്ഞതിൽ ഇപ്പം നമ്മൾ എവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്? എത്രയോ മേലല്ലേ പക്ഷെ നമുക്ക് തന്ന്. അപ്പോൾ നമ്മൾക്കൊരു മനസ്സമാധാനം ഉണ്ടാവും. അതല്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൂടെ പഠിച്ച ആളുകൾ ഡോക്ടർമാരായി, എഞ്ചിനീയർമാരായി, വലിയ ബിസിനസ്സുകാരായി, അവർക്ക് ഒരുപാട് വാടക കിട്ടാണ്ട്, ഒരു വലിയ വാഹനത്തിൽ യാത്രയുണ്ട്, അവർക്ക് ഒരുപാട് മക്കളുണ്ട്, അവർക്ക് സൂപ്പർ മാർക്കറ്റുണ്ട്, അടുത്ത തലമുറക്ക് ജീവിക്കാനുള്ള വകുപ്പുണ്ട്. ഒരു സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ആയി. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ അങ്ങനെ ആയി. ഞാനിപ്പോൾ ഇങ്ങനെ അയച്ചുള്ളൂ, എൻ്റെ വീട് വലുപ്പം വെച്ചില്ല, എൻ്റെ കാർ ഇപ്പോഴും ചെറുതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പലതും ഇങ്ങനെ ആലോചിച്ച് തല പുണ്ണാക്കി അസ്വസ്ഥരായി പോണതിന് പകരം പഠിച്ചവനെ ഈ ലിസ്റ്റിലൊന്നും ഇന്നെ പെടുത്തിയിട്ടില്ലല്ലോ, അൽഹംദുലില്ലാ ഞാൻ ഇനി ഉഷാറാണ്, എനിക്ക് ഉഷാറാണ് പഠിച്ചത്, അൽഹംദുലില്ലാ ഞാൻ വളരെ റായത്താണ്, ഇതിന് ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ, ഇന്നും രാവിലെ നീക്കുമ്പോൾ പലപ്പോഴും പഠിച്ചവനെ ബിസ്മിയിലേക്ക് ഒന്ന് പോകാൻ ഞായറാഴ്ച, പ്രത്യേകിച്ച് ഞായറാഴ്ചകൾ പക്ഷേ ഇന്ന് ഞായറാഴ്ച ബിസ്മിയിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ ഇന്നിപ്പോൾ പച്ചക്കറി ഉണ്ട്. കഴിഞ്ഞ ആഴ്ച 300 കിലോ വരുന്ന പോത്തുണ്ട്. ഇങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ ഇന്ന് വരുന്ന ആവശ്യക്കാർക്ക് കൊടുക്കാൻ 10 രൂപേൻ്റെ പൈസ ബിസ്മിയിലുണ്ട്. പ്രവർത്തകന്മാരായിട്ട് ഒരുപാട് ആളുകളുണ്ട്, ഡോക്ടറുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഒരുപാട് സംഗതികളുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം എത്ര മനോഹരം, എത്ര ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റും. പക്ഷേ കൂടുതൽ ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസവും പഠിച്ചതിനുള്ള അവസരങ്ങൾ മുന്നിലേക്ക് തരും. അപ്പോൾ ഇതെല്ലാം ആലോചിക്കുമ്പോൾ ഈ ഹദീസ് എപ്പോഴും ഓർക്കുക, ഉൻദുറു ഇലാമൻ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാമൻ ഹുവ ഫൗകക്കും ഫഇന്നഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. സേസം പറഞ്ഞു, നിങ്ങൾക്ക് താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. അതാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അവഗണിക്കാതിരിക്കുവാനും കുറച്ച് കാണിക്കാതിരിക്കുവാനും നല്ല. ഈ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അള്ളാഹു റസൂൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സമയവും സമ്പത്തും ചെലവഴിക്കാനും ഈ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് കൂടുതൽ ശുക്ർ കാണിച്ച് ജീവിക്കാനും പഠിച്ചം സഹായിക്കട്ടെ. നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു തആല നല്ല പ്രതിഫലം കൊടുക്കട്ടെ. ഈ മനസ്സമാധാനത്തോടെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സമ്പത്തിൻ്റെ ആധിക്യമല്ല ധന്യത, മനസ്സിൻ്റെ സംതൃപ്തിയാണ് ധന്യത എന്നുള്ള മറ്റൊരു ഹദീസുണ്ട്. അപ്പോൾ സമ്പത്തിൻ്റെ ആധിക്യം കൊണ്ട് മനസ്സമാധാനം ഉണ്ടാവില്ല. മനസ്സമാധാനം ഉണ്ടാണെങ്കിൽ, മനസ്സിന് ധന്യത ഉണ്ടാണെങ്കിൽ അതിന് പണി വേറെയാണ്. ഈ പറഞ്ഞ പണികളൊക്കെ നമ്മൾ ചെയ്താൽ സമ്പത്തുണ്ടായതുകൊണ്ട് മനസ്സമാധാനം കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. ഈ പറഞ്ഞ പണികളൊക്കെ ചെയ്യുമ്പോൾ മനസ്സമാധാനം കിട്ടും. ആ രീതിയിൽ മനസ്സമാധാനത്തോടെ ജീവിച്ച് അള്ളാഹിൻ്റെ മുഖത്ത് ജീവിച്ച് മരിക്കാൻ പഠിച്ച് നമുക്ക് തൗഫീഖ് സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്സലാമു അലൈക്കും.